ഓൾ ടു ലെറ്റ്സ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന CPO അതുപോലെ തന്നെ LDC ഡിഗ്രി പ്രിലിമിനറി ഇങ്ങനെയുള്ള എക്സാമിനേഷനൊക്കെ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം LDCക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ +2 ലെവൽ ഡിഗ്രി ലെവലിലൊക്കെ ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഷുവറായിട്ടും 10 മാർക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രൈബഡ് സിലബസ് വന്നിട്ടുണ്ട്. ആ സിലബസിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടെൻസ്, സെന്റൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ തന്നെ കണ്ടീഷണൽ സെന്റൻസ്, പിന്നെ മൊഡാൽ ഓക്സിലറി, വെർബ്, ജെറൻഡ്, ഇൻഫിനിറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രാമർ പാർട്ടിൽ പഠിക്കാനുള്ളത്. പിന്നെ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. പാർട്സ് ഓഫ് സ്പീച്ചിനെ പിന്നെയും നമ്മൾ കീറിക്കഴിഞ്ഞാൽ നമുക്ക് അത് കൂടാതെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പിന്നെയുള്ളത് വൊക്കാബുലറി പാർട്ടാണ് അല്ലേ. അപ്പം ഭയങ്കര നമ്മൾ നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആ 10 മാർക്ക് എങ്ങും പോയില്ല, നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. നിങ്ങൾക്കറിയാം വൊക്കാബുലറി പാർട്ട് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ചെയ്താൽ റിപ്പീറ്റ് ചെയ്ത് അവിടെ നിന്നും കിട്ടും. സോ വളരെ ഈസിയാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്ന വല്ലാത്ത ബാലികേറ മലയൊന്നും അല്ല. ഇനി ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാത്തവർ നമ്മുടെ ലെറ്റ്സ് എഡ്യൂ ടിപ്സ് തന്നെ എടുക്കുക. അതിനകത്ത് ജനറൽ ഇംഗ്ലീഷ് എന്ന ലെറ്റ്സ്, അതായത് യൂട്യൂബിന്റെ സെർച്ച് ബട്ടണിൽ ലെറ്റ്സ് എഡ്യൂ ടിപ്സ്, അതിനോടൊപ്പം തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ട് ജനറൽ ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്താൽ ജനറൽ ഇംഗ്ലീഷിന്റെ ഫുൾ പ്ലേലിസ്റ്റ് കിട്ടും. അത് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നേ പഠിച്ചു വരിക. വളരെ സിമ്പിളായിട്ട് ഒന്നും അറിയത്തില്ലാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുക. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. +2 പ്രിലിമിനറിയുടെ ആണ് തോന്നുന്നത്, +2 മെയിൻസിന്റെ ആണ്, ഓർക്കുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്. അതിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെതായിട്ട് ഇവിടെ ചെയ്തു പോകുന്നത്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നത് തന്നെ വൊക്കാബുലറി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റണം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു മെത്തേഡ്. അപ്പോൾ നമുക്കിത് ആ +2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 71 നോക്കിയേ. സുമതി's parents dash visited താജ്മഹൽ. How, has, is, was. ഇവിടെ സബ്ജക്റ്റ് സുമതി's parents ആണ്. സോ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്തും പ്ലൂറൽ ആയിരിക്കണം, വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇപ്പൊ എന്ത് വരും? ഹാവ് ആണോ, ഹാസ് ആണോ, ഈസ് ആണോ, വാസ് ആണോ? ഹാസ്, ഈസ്, വാസ് എന്നിവ സിംഗുലർ ആണ് അല്ലെ. അപ്പം സുമതി's parents പ്ലൂറൽ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് ഇവിടെ യൂസ് ചെയ്തു. സോ അതുകൊണ്ട് ആൻസർ ഏതാണ് വരുന്നത്? ഹാവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സുമതി's parents have visited താജ്മഹൽ. നെക്സ്റ്റ്, ഹെലൻ ഓഫ് ട്രോയ് വാസ് കൺസിഡേർഡ് ആസ് ദ ഡാഷ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ്. മോർ, വെരി, മോസ്റ്റ്, നൈസ്. അതായത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഒന്നുമില്ല. അപ്പൊ എന്താ പറഞ്ഞത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യണം അല്ലെ. അപ്പം ഹെലൻ ഓഫ് ട്രോയ് വാസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൂപ്പർലേറ്റീവ്, മോർ ബ്യൂട്ടിഫുൾ കമ്പാരിറ്റീവ്, ബ്യൂട്ടിഫുൾ പോസിറ്റീവ് ഡിഗ്രി. സോ ഹെലൻ ഓഫ് ട്രോയ് വാസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദി വേൾഡ്. നെക്സ്റ്റ്, ഐ സോ എ മാൻ. ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. ദ, ആൻഡ്, എ, വൺ. ഐ സോ എ മാൻ, ഞാനൊരു മനുഷ്യരെ കണ്ടു. ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. ഞാൻ കണ്ട മനുഷ്യൻ എവിടെയാണ്? ഗേറ്റിന് മുന്നിലാണ് അല്ലെ. എന്ന് പറയുമ്പോൾ എന്ത് വരും? കണ്ട മനുഷ്യൻ, പ്രത്യേകം ആ മനുഷ്യനെ എടുത്തു പറയുവാണ്. ഞാനൊരു മനുഷ്യനെ കണ്ടു, ഞാൻ കണ്ട ആ മനുഷ്യനുണ്ടല്ലോ. അപ്പൊ എടുത്തു പറയുമ്പോൾ പെർട്ടിക്കുലർ പേഴ്സണെ എടുത്തു പറയുവാണ്. സോ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ വേണം യൂസ് ചെയ്യാൻ. നെക്സ്റ്റ്, രഞ്ജു റോട്ട് എ ലെറ്റർ ടു യു. ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഈസ് ഇറ്റ്, ഡോണ്ട് ഹി, വിൽ യു, ഡിഡിൻ ഹി. നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് എന്ത് തന്നിട്ടില്ല? നമുക്ക് എന്താ തരാത്ത? ഓക്സിലറി വെർബ് തന്നിട്ടില്ല. സോ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തു. മെയിൻ വെർബ് റോട്ടാണ്. റോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് റൈറ്റ് കിട്ടും. അപ്പൊ എന്ത് വരും? ഡിഡ് വരും. സോ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗിനെ നെഗറ്റീവ് ആക്കണം. ഡിഡിന്റ് വന്നു. പിന്നെ രഞ്ജു ആണ് സബ്ജക്ട്, അതിന് പകരം യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ഹി ആണ്. അപ്പൊ എന്ത് വന്നു? ഡിഡിൻ ഹി ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. രഞ്ജു റോട്ട് എ ലെറ്റർ ടു യു, ഡിഡിൻ ഹി. നെക്സ്റ്റ്, സീനിയർ ഓഫീസേഴ്സ് റീച്ച്ഡ് ദ ആക്സിഡന്റ് സ്പോട്ട് ടു ഡാഷ് ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. സൂപ്പർവൈസിംഗ്, സൂപ്പർവൈസ്, സൂപ്പർവൈസേഴ്സ്, സൂപ്പർവൈസിംഗ്. Senior officers reached the accident spot to supervise the rescue operation. Supervise the rescue operations. Senior officers reached the accident spot
ടു കഴിഞ്ഞിട്ട് എന്ത് വന്നു? റൂട്ട് ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. ടു സൂപ്പർവൈസ് ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. നെക്സ്റ്റ്, ഷീബ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ഹെർ ഹസ്ബൻഡ് വാസ് റിട്ടേൺ ഫ്രം ഓഫീസ്. ഈസ് റീഡിംഗ്, വാസ് റീഡിംഗ്, റീഡ്സ്, ഹാവ് ബീൻ റീഡിംഗ്. അതായത് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഷീബ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. രണ്ട് പാസ്റ്റ് ആക്ഷൻ നടക്കുമ്പോഴത്തേക്കും അറ്റ് എ ടൈമിലാണ്. ഹസ്ബൻഡ് തിരിച്ചെത്തുമ്പോൾ എത്തിക്കൊണ്ടിരിക്കുവാണ്, അപ്പൊ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? അവൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഇത് ഞാൻ പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ക്ലാസ് കണ്ടാൽ കിട്ടും. ഷീബ വാസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ വെൻ ഹെർ ഹസ്ബൻഡ് റിട്ടേൺ ഫ്രം ഓഫീസ്. വാസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ, വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുമ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രണ്ട് പാസ്റ്റ് ആക്ഷൻ നടക്കുവാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലും മറ്റേ എന്ത് പറയണം? പാസ്റ്റ് കണ്ടിന്യൂസിലും യൂസ് ചെയ്യണം. ഇത് ലെച്ചൂസ് എജു ടിപ്സിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൽ കിടപ്പുണ്ട്, കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാം. നെക്സ്റ്റ്, ഇഫ് യു ഹാഡ് ഇനഫ് മണി ഡാഷ് യു ഡാഷ് എ കാർ. ഇഫ് യു ഹാഡ് ഇനഫ് മണി കോമ യു ഡാഷ് എ കാർ. കുഡ് ബൈ, കുഡ് ഹാവ് ബോട്ട്, ക്യാൻ ബൈ, ബൈ. ഇഫ് യു ഹാഡ് ഇനഫ് മണി, അവിടെ ഹാഡ് അല്ലെ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വരുമ്പോ മെയിൻ ക്ലോസ് എന്ത് വരണം? കുഡ് പ്ലസ് V1 വരണം. ഇഫ് യു ഹാഡ് മണി യു കുഡ് ബൈ എ കാർ. നെക്സ്റ്റ്, ലൈക്ക് ക്യാൻ പാസ് ഡാഷ് ഗ്ലാസ് ഓൺ, ബിസൈഡ്സ്, ത്രൂ, അലോങ്. ലൈക്ക് ക്യാൻ പാസ് ത്രൂ ഗ്ലാസ്, ഗ്ലാസ്സിലൂടെ അല്ലെ, ത്രൂ ഗ്ലാസ്. ലൈക്ക് ക്യാൻ പാസ് ത്രൂ ഗ്ലാസ്. നെക്സ്റ്റ്, ദ ക്ലാസ് ടീച്ചർ ആസ്ക്ഡ് ദി സ്റ്റുഡന്റ് ഡാഷ് ഹി വാസ് ലേറ്റ്, വാട്ട്, വൈ, ദാറ്റ്, വിച്ച്. എന്തുകൊണ്ടാണ് ലേറ്റ് എന്ന് ചോദിച്ചത്. അപ്പൊ എന്തുകൊണ്ട്? വൈ. ദ ക്ലാസ് ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡന്റ് വൈ ഹി വാസ് ലേറ്റ് അല്ലെ, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. നെക്സ്റ്റ്, എ ബുക്ക് ഈസ് ഡാഷ് ടു സ്മിത ബൈ ഹെർ അങ്കിൾ. പ്രസന്റ്, പ്രസന്റിംഗ്, പ്രസന്റേഷൻ, പ്രസന്റഡ്. ഏതാണ്? പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്ത ഫോം ആണ്. എ ബുക്ക് ഈസ് പ്രസന്റഡ്. ഈസ് കഴിഞ്ഞാൽ V3 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. എ ബുക്ക് ഈസ് പ്രസന്റഡ് ടു സ്മിത ബൈ ഹെർ അങ്കിൾ. 71 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ നിങ്ങൾ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് ആർട്ടിക്കിൾ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ ആർട്ടിക്കിൾ വളരെ സിമ്പിൾ ആണ്. ലെച്ചൂസ് എജു ടിപ്സിന്റെ ക്ലാസ്സിൽ കിടപ്പുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിളുണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുണ്ട്. എവിടെയൊക്കെയാണ് ഓരോന്നും യൂസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് ഇവിടുന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോൾ കുറച്ചധികം റൂൾസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാണ് ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ പാർട്ടിൽ നിന്ന് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടു. ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ പാർട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു. പിന്നെ വെർബ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സിംഗുലർ ആണോ പ്ലൂറൽ ആണോ വേണമെങ്കിൽ നമുക്ക് ടെൻസ് ഫോം വെച്ചും പറയാവുന്നതാണ്, അല്ലെങ്കിൽ വെർബിന്റെ ഫോം വെച്ചും പറയാവുന്നതാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടു. ടെൻസ് പാർട്ടിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു. അങ്ങനെ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞില്ലേ, പ്രിസ്ക്രൈബഡ് സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സിലബസിനകത്ത് നിന്ന് മാത്രമേ നമുക്കിവിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടീഷണൽ സെന്റൻസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസിന്റെ ഭാഗത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ സിലബസ് എന്താണെന്ന് ഫസ്റ്റ് അറിയുക, സിലബസ് വൈസ് പഠിക്കുക, അതോടൊപ്പം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ മലയാളം ആയിക്കൊള്ളട്ടെ, ഇത് രണ്ടും മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന് നിങ്ങൾ വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ബാറിൽ ലെച്ചൂസ് എജു ടിപ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു സ്പേസ് ഇട്ട് ജനറൽ ഇംഗ്ലീഷ് എന്ന് അടിച്ചാൽ നമ്മുടെ ഫുൾ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ് കിട്ടും. അത് കണ്ടിട്ട് നിങ്ങളുടെ സമയമനുസരിച്ച് ഓരോന്നായിട്ടിരുന്ന് പഠിക്കുക. അറിയത്തില്ലാത്ത ഭാഗം നോട്ടാക്കി നോട്ട്ബുക്ക് എടുത്ത് നോട്ടാക്കി എഴുതുക, അങ്ങനെയും പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇന്ന് നൈറ്റ് 8 o'clock നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെഷനകത്ത് നമ്മൾ ചെയ്യുന്നത് നീതി ആയോഗ് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, ഇത് രണ്ടിനെയും ക്ലാസ് ആണ്. 150 ടോപ്പിക്സ്. ഈ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ പോയി ആ ക്ലാസ് കാണുക. അതായത് പാർട്ട് 3, പാർട്ട് 4 150 ടോപ്പിക്സിന് അത് കണ്ടിട്ട് റിവിഷന് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക്